അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ 4:30 ഇപ്പോഴത്തെ ടൈം. ഇന്ന് 2 ദിവസം മുന്നേ ഞാൻ വെസ്റ്റ് ബേയിൽ പോയപ്പോൾ അവിടുത്തെ രാവിലത്തെ ബ്യൂട്ടി കണ്ടിട്ട് വിചാരിച്ചു എങ്ങനെയെങ്കിലും സൺറൈസ് കാണണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി വീഡിയോയിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനും മിസ്റ്റർ റിജുക്കുട്ടനും അമലിനും കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. 5 മണിയായിട്ടോ. ഇവിടെ നമ്മുടെ വക്ര സൂക്കിലൊരു യമനി റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഹോളിഡേയ്സ് കഴിയാൻ പോവുക. അതിന് മുന്നേ അങ്ങോട്ടേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ സൺറൈസ് അടുത്തൊന്നും കണ്ടിട്ടില്ല, അപ്പോൾ അതും കൂടി ആവാം. അപ്പോൾ സ്ഥലമൊക്കെ കാണിച്ചു തരാം. ഇത് നമ്മുടെ വക്ര മെയിൻ റോഡിൽ നിന്ന് വക്ര സൂക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റൗണ്ട് അബൌട്ടാണ്. ഷെൽ റൗണ്ട് അബൌട്ട് അല്ലെങ്കിൽ ചിപ്പി റൗണ്ട് അബൌട്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പിന്നെ സൂക്കിന്റെ ഏരിയ വരുന്നത് കേട്ടോ. ഈ വക്ര സൂക്കിലേക്ക് ഖത്തറിലേക്ക് ആര് വന്നു കഴിഞ്ഞാലും എന്തായാലും വന്നിട്ടുണ്ടാവുന്ന സ്ഥലമായിരിക്കും. കാരണം ഇവിടെ അതിന് മാത്രം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അറബിക് ആയാലും ഇന്ത്യൻ സ്റ്റൈൽ ആയാലും അല്ലെങ്കിൽ വേറെ ഏത് വേണോ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഫിഷ് ഗ്രില്ലൊക്കെ ദാനത്തിൽ ബാഹർ, അങ്ങനെ കുറേ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉള്ള സ്ഥലമാണ്. ഇവിടെ നഹദി മന്തി ഉണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ്സിൻ്റെ പേര് വെച്ച് അതിന് മാത്രമുണ്ട്. പക്ഷേ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ, അതായത് 6 മണി 5:30 ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിരിക്കും. അതിന് ഈ യമനി റെസ്റ്റോറൻറ്റ് പിന്നെ സെയിം യമനി റെസ്റ്റോറൻറ്റ് തന്നെ വേറെ ഒന്നും കൂടി അവിടെ കണ്ടായിരുന്നു കേട്ടോ ഇന്ന്. ഇവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഇത് ചില സമയത്ത് ഫാമിലിയിൽ മാത്രമേ ഇവിടെ എൻ്റർ ചെയ്യാൻ സമ്മതിക്കുള്ളൂ. ഇനി രാവിലെ മറ്റും അങ്ങനെ ഉണ്ടോയെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഏകദേശം ഇപ്പം 5:10 ആയി. 5:25 ആകുമ്പോൾ സൺറൈസ് ആണ്. അപ്പോൾ ഏകദേശം സൺറൈസിൻ്റെ ടൈം ആയതുകൊണ്ടാണ് വെളിച്ചം ചെറുതായിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ മേഘങ്ങൾ ഉണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പുറത്തേക്ക് സൂര്യന് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തായാലും കുറച്ച് കഴിഞ്ഞ് വരും നമുക്കറിയായിരുന്നു. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് എക്സ്ട്രാ നിന്നപ്പോൾ സൂര്യനെ കണ്ടു. ഞാൻ ടൈം ലാപ്സിൽ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു സൂര്യൻ വരുന്നതിൻ്റെ. ആ വീഡിയോ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാം. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ കുറേ ഫാമിലീസാണ് ഉണ്ടായത്. ബാച്ചിലേഴ്സ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ആൾക്കാർ എണീക്കാൻ മടിച്ചുകൊണ്ടായിരിക്കും. ഇവൻ നമ്മളും ഫസ്റ്റ് ടൈം ആണല്ലോ വരുന്നത്. ഈ സമയത്ത്. അല്ലാതെ നമ്മൾ പല തവണ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ടൈം ലാപ്സിൽ ചെയ്ത വീഡിയോ ആണ്, സൺറൈസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സൂര്യോദയം ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വ്യൂ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു. ആകാശത്തിൻ്റെയും വെള്ളത്തിൻ്റെ ഒക്കെ കളർ മാറി ഓറഞ്ച് കളറായി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടി സൂം ചെയ്തപ്പോൾ അതുപോലെ കുറേ ഫ്ലൈറ്റ്സ് ഇതിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതായത് ഈ സൺറൈസും ആകാശത്തിലൂടെ ഫ്ലൈറ്റും ഇതൊക്കെ ആയിട്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് കുറേ ഒട്ടകത്തിനൊക്കെ കണ്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊരു 20 മിനിറ്റ് വർക്കൗട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് യമനി റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയത്. ഇതാണ് റെസ്റ്റോറൻറ്റ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇത്രയും തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. കസിൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയത്തൊക്കെ റഷ് ഉണ്ടെന്ന്, പക്ഷേ ഇത്ര പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നമ്മളൊരു ഫുൾ വിത്ത് ചീസും പിന്നെ ഇവരുടെ ബ്രെഡും 3 ചായയും ഓർഡർ ചെയ്തു. 31 റിയാൽസേ ആയുള്ളൂ 3 പേർക്ക്. നമ്മൾ അധികം ഹെവിയായി കഴിച്ചില്ല, കാരണം അതിന് മാത്രം വിശപ്പുണ്ടായിരുന്നില്ല. 3 പേർക്ക് ഇത് ധാരാളം ആയിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഫുൾ സെറ്റായിരുന്നു. എല്ലാവർക്കും 3 പേർക്ക് ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ തന്നെ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് പ്ലാനും ചെയ്തിട്ടുണ്ട്. ഇവിടെ മെനു ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണാം. അപ്പോൾ എല്ലാവരും വേറൊരു ദിവസം കാണാം. താങ്ക് യു സോ മച്ച് കേട്ടോ. ഗുഡ് ബൈ.